ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞായ്ക്ക് ഗോൾഡ് കിട്ടിയ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാജേട്ടൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ നമ്മുടെ വരാൻ പറ്റാത്തത് കൊണ്ട് രാജേട്ടൻ്റെ ഫ്രണ്ട് അനന്തു അശ്വതി അവരുടെ വക കുഞ്ഞുവായ്ക്കൊരു റിങ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിന്. അത് കഴിഞ്ഞിട്ട് ഇത് അച്ഛമ്മയുടെ വക ഒരു കമ്മൽ അമ്മയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ഇതാ കമ്മൽ വാങ്ങിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കാത് കുത്തുമ്പിടുന്ന കമ്മൽ. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ നൂല് കെട്ട് ഫംഗ്ഷന് വേണ്ടി നമ്മുടെ അല്ലിക്കുട്ടി നാത്തൂഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലിക്കുട്ടി ഭയങ്കര കരച്ചിലാണ്. പിന്നെ അങ്ങനെ നമ്മുടെ കുഞ്ഞി പെണ്ണിന് മാമന്മാരുടെ വക സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കണം. അപ്പോൾ മാമന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാത്തൂൻസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം വലിയാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി, അല്ലിക്കുട്ടി, നമ്മുടെ ഋതുക്കുട്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേമയും രാവിലെ വന്നിട്ടുണ്ട്. പൊന്നോമ്മ ഷൂട്ടിന് പോയതുകൊണ്ട് പൊന്നോമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കുഞ്ഞാനെ അവിടെ കൊടുത്തിട്ട് ഏട്ടനും ഞാനും ഉണ്ണിയും കൂടി ഞങ്ങൾ തുമ്പിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ജ്വല്ലറിക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോയി എടുക്കുന്ന ജ്വല്ലറിയിലാണ് ഞങ്ങൾ പോയി എടുക്കുന്നത്. അവിടെ പണിക്കൂലിയൊക്കെ നല്ല കുറവാണ്, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ വഴിയേ പറയാം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കൊടുവായൂരുള്ള തൃശ്ശൂർ ഗോൾഡ് സെൻറ്ററിലാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ എല്ലാ ഫങ്ഷൻസിനും നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എല്ലാവർക്കും നമ്മളെ നല്ല പരിചയമാണ്. അവരെ നമുക്ക് ഓപ്പണായിട്ട് അവരുടെ അടുത്ത് എന്ത് സംസാരിക്കാം, ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിക്കാം, വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഏട്ടനേര് എനിക്ക് ഒരു പവൻ്റെ മാല മേടിച്ച് തരാനാണ് കുഞ്ഞിപ്പെണ്ണിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാമന്മാരുടെ മാല. അപ്പം ഞാൻ ഓൾറെഡി കുഞ്ഞുവായിക്ക് മാലയും അരിഞ്ഞാണോ ഉണ്ട്. അപ്പോൾ ഇനി വളയും പാദസരമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, പിന്നെ അത് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ്റെ വക വളയും അനിയൻ്റെ വക പാദസരം ആക്കിയിട്ടുണ്ട്. അപ്പം ഇപ്പം എടുത്തതാണ് ആ പാദസരം. ഇനി ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നല്ല കളക്ഷൻസാണ് കേട്ടോ. ഇതാ ഈ വളകൾ. അപ്പോൾ ഞങ്ങൾക്ക് അധികം തിരയേണ്ടേ വന്നില്ല, നമുക്ക് വെച്ച് തന്നതും അത് വള ഇഷ്ടമായി. അപ്പോൾ ഇതാ ഉണ്ണി നോക്കിയിട്ട് പറഞ്ഞു ഈ വള മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനും അനിയനും നോക്കി പാദസരവും വളയും സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനുള്ള വള കേട്ടോ. അപ്പോൾ ഈ വളയും പാദസരവും എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഈ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കൂടി പുതുക്കി ഇച്ചിരി വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ എല്ലാവരെയും നമുക്ക് നല്ല പരിചയമാണ്, അവർക്ക് നമ്മളെ നല്ല പരിചയമാണ്. അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിളാണ്. നമ്മൾ സ്വർണ്ണത്തിൻ്റെ റേറ്റിലോ അല്ലെങ്കിൽ പണിക്കൂലിയിലൊക്കെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരും. പിന്നെ ഓവർ പണിക്കൂലിയൊന്നുമില്ല. പിന്നെ നല്ല കളക്ഷൻസാണ്. പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് എത്ര ഗ്രാമിൽ വേണമെങ്കിലും അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി തരും കേട്ടോ. നമ്മൾ പറയുന്ന മോഡലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരും. ഇന്നത്തെ റേറ്റ് ഞങ്ങൾ പോകുമ്പോൾ 53,360 രൂപയാണ് ഒരു മീൻസ് 8 ഗ്രാം ഒരു പവന്. അപ്പോൾ നമ്മളിത് ഏട്ടനേര് ഞങ്ങൾ കുഞ്ഞുവായിക്ക് ഇതാ ഒരു പവനും 10 മില്ലിയുമാണ് നമുക്ക് രണ്ടും കൂടി ചേർത്തപ്പോൾ ഉണ്ടായിരുന്നത്, വളയും അതും കൂടി ഇട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയമണ്ടിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പം ആ ചേട്ടൻ അതെല്ലാം എടുത്ത് കാണിച്ചു തന്നത് ഇതൊക്കെയാണ് ഈ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് നമ്മൾ ഡയമണ്ടിനൊക്കെ നല്ല വിലയല്ലേ, നമ്മൾ എങ്ങനെ ഉപയോഗിക്കുമ്പം അത്ര പൈസയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ അത്രയും റേറ്റിനുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല സർട്ടിഫിക്കറ്റ് എല്ലാം ഇതുള്ള നല്ല ഡയമണ്ട് ഉണ്ട്. അപ്പം ഇതാണ് അവിടുത്തെ ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ളൊരു മോഡൽ. കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പം വിശേഷങ്ങൾ ഇതാ പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ ഷോറൂം മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് എന്നെ കാണുന്നില്ല, എന്നാൽ പിന്നെ ഒരു സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കൊടുവാരി വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനെ കുറച്ച് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി അച്ഛൻ വന്നപ്പോൾ അച്ഛനെ അപ്പോൾ ജ്വല്ലറിയിൽ ഞങ്ങളെ കണ്ടപ്പോൾ അച്ഛനും അങ്ങ് കയറി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. നല്ല അതായത് നമുക്ക് കാണുമ്പോൾ വിചാരിക്കും നല്ല പൊഷ്ടിയുള്ള നല്ല ഗ്രാമ് കുറഞ്ഞ, ഇപ്പോഴും സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പോലും അടുത്ത് എത്താൻ പോലും പറ്റില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സഫലീകരിക്കുന്ന നല്ല നല്ല മോഡൽസുകൾ റേറ്റ് കുറഞ്ഞ മീൻസ് ഗ്രാംസ് കുറഞ്ഞതിൽ ഉണ്ടാക്കി തരും. അപ്പോൾ ഈ താഴത്ത് കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാമിലൊക്കെ നമുക്ക് ഒന്നരയല്ല ഒരു പവനും അതിൽ താഴെയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കും. 1 പവൻ്റെ നെക്ലസ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ വന്ന എല്ലാവരും ഒന്ന് ഷോറൂമിൽ വന്ന് നോക്കുക, വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പാലക്കാടുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരിക. നല്ല കളക്ഷൻസും നമുക്ക് അങ്ങനെ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തിരയേണ്ടി ഒന്നും വന്നില്ല. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പോയതും ജസ്റ്റ് ഒരു വള വെച്ച് തന്നു. അതിൽ കളക്ഷൻ ഞങ്ങൾക്ക് കണ്ടത് ഒരു വള ഇഷ്ടപ്പെട്ടു, അധികം തിരയേണ്ടി വന്നില്ല. അതുപോലെ പാദസരം ആകട്ടെ പെട്ടെന്ന് എടുത്തു. അപ്പോൾ ഇതാണ് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം അവിടെ നിന്ന് നമ്മൾ മേടിക്കുന്നതിന്
പുറമെ നമുക്ക് ഒരു സമ്മാനവും തരാറുണ്ട്. അപ്പം നമുക്ക് ഗോൾഡ് മേടിച്ചപ്പോൾ കിട്ടിയ ഗിഫ്റ്റാണ് ഈ കാണുന്നതല്ല കേട്ടോ. അപ്പം അതും നമുക്കൊരു ഹാപ്പിയാണ്, നമ്മളെ ഹാപ്പി അവരെ ഹാപ്പി കസ്റ്റമർ. അപ്പം അത്രയും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗിഫ്റ്റുകളാണ്. എപ്പോഴും ഈ ആൾക്കാർ സാധാരണ പോലെ തരുന്ന അങ്ങനത്തെ ഒന്നുമല്ല. 2 പ്ലേറ്റ് ഉണ്ടായിരുന്നു, 6 ഗ്ലാസ് ഉണ്ടായിരുന്നു, ജഗ് ഉണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചില്ലിൻ്റെ ഒരു സ്വീറ്റ്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കുപ്പിയും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെ ഹാപ്പി അവരെ ഹാപ്പി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളെല്ലാപ്പോഴും എല്ലാ ഫംഗ്ഷൻസിനും ഇവിടെയാണ് ഞങ്ങൾ വന്ന് ഗോൾഡ് എടുക്കാറുള്ളത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനുള്ള ഗോൾഡ് മാമന്മാരുടെ വക അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നാളെ മീൻസ് ഏപ്രിൽ 28-ാം തീയതിയാണ് കുഞ്ഞുവാവയുടെ 56 ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. അപ്പം ഇതാണ് ഷോപ്പ് തൃശ്ശൂർ ഗോൾഡ് സെൻറ്റർ കൊടുവായൂർ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും പന്തലൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. പന്തലൊക്കെ ഇട്ട് തുടങ്ങിയല്ല, പന്തലിട്ട് കഴിഞ്ഞു. അപ്പം ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ തൊട്ട് വീടിനടുത്തുള്ള ഫിർദോസ് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി തുമ്പിക്കുട്ടിക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തുമ്പിക്കുട്ടിക്ക് ഇത് ഐസ്ക്രീമൊക്കെ ഇനി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി കുറച്ചും കൂടി പന്തലൊക്കെ ഇടാനുണ്ട്. അപ്പം ഫ്രണ്ടിൽ അവരിട്ടിട്ട് ഇനി എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പം ഞാനിതാ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ തുമ്പിപ്പെണ്ണ് മിണ്ടാതെ കരയാതിരിക്കുന്നത്, അത് നമ്മുടെ വലിയ നാത്തൻ കുഞ്ഞാനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞാ കരഞ്ഞോന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞൊന്നുമില്ല, ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ചൂടായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വീശിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തിന് ഗോൾഡ് മേടിച്ചപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് ഐറ്റംസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ്. പിന്നെ നമുക്കിത് അടുത്തത് കിട്ടിയ ഗിഫ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഗിഫ്റ്റ് നല്ല രസമുണ്ട്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്തത് ഒരു ഫ്ലാസ്ക് ആണ്. അപ്പം അതും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇതാണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്, ഗോൾഡൻ കളറിലുള്ള നല്ലൊരു ഫ്ലാസ്ക് ഉണ്ട്. ഇതാ നമുക്ക് 2 പ്ലേറ്റ്. പിന്നെ നമുക്കിതൊരു ഗിഫ്റ്റ് ബോക്സിൽ പൊതിഞ്ഞ് തന്നിട്ടുണ്ട്. അതെന്താണെന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സാണ് കേട്ടോ. അങ്ങനത്തെ 6 ഗ്ലാസും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെല്ലാം നമ്മളിത് തൃശ്ശൂർ ഗോൾഡ് സെൻറ്റർ കൊടുവായൂർ എന്ന് എല്ലാത്തിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങളിത് നമ്മുടെ അല്ലിക്കുട്ടി, എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചു അല്ലിക്കുട്ടീനെ കാണണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അല്ലിക്കുട്ടി വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആൾ ഇരിക്കാനൊക്കെ തുടങ്ങി, ഇങ്ങനെ ആടെയൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ചിരിക്കെടുക്ക. ലല്ലിക്കുട്ടി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ കുടുകുടൂന്ന് ചിരിക്കും കേട്ടോ മുത്തുമണി. അപ്പോൾ നമ്മളിതാ പന്തൽ ഫ്രണ്ടിൽ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതാ ബാക്കിലൊക്കെ പന്തൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളകാപ്പിന് ഇട്ട പോലെ തന്നെ പന്തൽ ഇട്ടാൽ മതി എന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞു മണിക്കും എൻ്റെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ സെബയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം, അല്ലെങ്കിൽ സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടിപ്പട്ടാളംസും ഞാനും പിന്നെ മാമ അവിടെ തിരക്കായതുകൊണ്ട് മാമിനെയാണ് കൂട്ടിയത് കുഞ്ഞാനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി സെറ്റായിട്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ കുറുമ്പൻസ് എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാജേഷ് ഏട്ടൻ വണ്ടി ഓട്ടുന്നു, ഞാനിതാ ഫ്രണ്ടിലിരിക്കുന്നു. കുഞ്ഞിമണി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് കുറുമ്പാൻസ് ബാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണമായി. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്ന വഴി വസുവേട്ടന് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏറ്റൻ്റെ മടി കിടന്നെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തുമ്പിക്കുട്ടി മടിയിൽ കിടന്നുറങ്ങുകയാണ് കേട്ടോ. അത് കണ്ടത് നമ്മുടെ ദച്ചൂസിനും തുമ്പിക്കുട്ടിയുടെ മടിയിൽ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദച്ചൂസും കിടന്നുറങ്ങുകയാണ്. തലയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് വാങ്ങിച്ച സ്വർണ്ണം ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.